കുഴപ്പമില്ല കേട്ടോ, അടുത്തത് നോക്കാം. അടിപൊളിയായി. പടം എങ്ങനെയുണ്ട്? ഫൈൻ ഫൈൻ. പടം കുഴപ്പമില്ലായിരുന്നു. നല്ല മൂഞ്ചി പടം. പടം എങ്ങനെയുണ്ട്? സൂപ്പർ സാധനം, ഒന്നിനും കൊള്ളൂല. നല്ല മറ്റേ തരം നല്ല മൂഞ്ചി പടം. സമയം പോയി കാശും പോയി ഓർക്കും പോയി താത്താറെ പിടിക്കും. പടം എങ്ങനെയുണ്ട്? പടം കുഴപ്പമില്ല, ആവറേജ് ആണ്, എന്നാലും കുഴപ്പമില്ല. എന്തേലും പറയാൻ ഒന്നും പറയാനില്ല. പടം എങ്ങനെയുണ്ട്? സൂപ്പർ. പടം എങ്ങനെയുണ്ട്? കൊള്ളൂല, പൊട്ടപ്പടം. മോശമാണ്. പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട്? പടം കുഴപ്പമാണ് സാർ. കുഴപ്പമാണ്. വേറെ എന്തെങ്കിലും ഇന്ത്യൻ 1 വെച്ച് ഇന്ത്യൻ 3 പ്രതീക്ഷ ഇത് എന്താ ലഞ്ചം ഊഴൽ അവനെ കാണിക്കുന്നത്, വേറെ ഒന്നുമില്ല. ലഞ്ചം ഊഴൽ ഇതിനെ കാണിക്കും, വേറെ ഒന്നും കഥയില്ല അതിൽ. മൂന്നാം ഭാഗം സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. സൂപ്പറായിരിക്കും. ഒന്നിൻ്റെ അത്രയും പോരാ. അത്രയില്ല, അത് നല്ല അടിപൊളിയായിരുന്നല്ലോ. ഇത് കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കാണാൻ പറ്റിയ സിനിമയാണ്. പടം കുഴപ്പമില്ല. ഇന്ത്യൻ 2 എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൊക്കെ മാറ്റി വയ്ക്കണം. അത് വളരെ അത്ര നമ്മൾ വിചാരിച്ചവരില്ല. പക്ഷേ 3 നല്ല ഗ്ലിംസും കാര്യങ്ങളാണ്. ലാസ്റ്റ് 3 പോർഷൻസ് കാണിക്കുന്നുണ്ട്. അതെങ്കിലും നിരാശപ്പെടുത്തില്ലാന്ന് വിചാരിക്കണു. ഇത് ചുമ്മാ ലോജിക്കൊന്നും ഇല്ലാണ്ട് ലോജിക്ക് മാറ്റിച്ച് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ചിത്രം മാത്രമാണ്. പക്ഷെ 3 നല്ലൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് അതിൻ്റെ ഗ്ലിംസാണ്. ഇല്ല, 1 ആയിട്ട് ഇല്ല. പിന്നെ മ്യൂസിക്കൊക്കെ വളരെ പോരായിരുന്നു. കാരണം 1 വെച്ച് നോക്കുമ്പോൾ റഹ്മാൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം അനിരുദ്ധ് വളരെ നിരാശപ്പെടുത്തി. പിന്നെ ഇപ്പോഴത്തെ യൂത്ത് ആ ഒരു ഫേസ്ബുക്ക് ആ ഒരു ട്രെൻഡൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതത്രയ്ക്കും ഈ പഴയ ഒരു സെറ്റപ്പ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ 3 എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം അതൊരു വാറ് ബേസ് ചെയ്ത് പഴയൊരു കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കണം. 3 വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു. 1 അത്രയും വന്നില്ല, എന്നാലും ഓക്കെ. പടം എങ്ങനെയുണ്ട്? പടം ഫസ്റ്റ് ഓക്കെയാണ്. പിന്നെ തേർഡ് പാർട്ടിയും വെയിറ്റിംഗാണ്. തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഫസ്റ്റിൻ്റെ അത്രയും ആയില്ല. ഫസ്റ്റ് അത് 28 കൊല്ലം മുമ്പ് നടന്ന സംഭവമല്ലേ, അപ്പോൾ ഓക്കെയാണ്, സംഭവം ഓക്കെയാണ്. ഇനി തേർഡ് പാർട്ടി വേണ്ടിയിട്ട് വെയിറ്റിംഗ്. പടം 1 അത്രയും എന്തായാലും പോരാ. പലരും നിരാശപ്പെടുത്തി എന്ന് തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ പലരുടെ അടുത്തും റിവ്യൂ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട, പറയാൻ താല്പര്യമില്ല. ചിലർ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നു. ആരും നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം പറയുന്നില്ല. എല്ലാവരും 3 വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ചിലർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു, ചിലർ ഉറങ്ങിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. 6 മണിയുടെ ഷോയ്ക്കാണ് ഞാൻ കയറിയത്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല ഗൈസ് ഉറക്കം വരുന്നത്. എന്തായാലും പടം കണ്ടിരിക്കാം. ലാസ്റ്റ് ഒരു ഫൈറ്റ് കൊള്ളാം. ബാക്കിയെല്ലാം ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ പറയാൻ മാത്രമുള്ള ഒരു സെറ്റപ്പ് ഉള്ളൂ. ശങ്കർ കുറേയൊക്കെ ഓവർ റേറ്റഡ് സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു സേനാപതി ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തില്ല. ഒരു കമലിസം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തില്ല. പഴയ ഒരു തമിഴ് പടങ്ങളുടെ ഒരു സെറ്റപ്പൊക്കെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങുന്നു, ഒരു സോഷ്യൽ മീഡിയയിലൂടെ തീരുന്നു. അതേപോലെ തന്നെ അതിൽ മർമ്മമൊക്കെ സ്റ്റണ്ട് പരിപാടി മർമ്മം മാത്രമേ ഉള്ളൂ, വേറൊരു സ്റ്റണ്ടേ ഇതിൻ്റെ അകത്തില്ല. എനിക്ക് പറഞ്ഞാൽ 127 വയസ്സായി, 125 വയസ്സൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചെയ്തു വെച്ചേക്കുന്നതാകാം. വേറെ സ്റ്റണ്ടും പരിപാടികളൊന്നുമില്ല. ഒള്ളി മർമ്മം. എത്ര വലിയ ആൾ വന്നു കഴിഞ്ഞാലും ഒരു മർമ്മത്തിൽ അങ്ങ് തീരാണ്. മറ്റേതങ്ങനെയല്ല, ഒരു സ്റ്റണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മർമ്മം പ്രയോഗിച്ചായിരുന്നു 1 അത് ആളെ വീഴ്ത്തുന്നത്. ഇത് അങ്ങനത്തെ ഒരു പരിപാടികളൊന്നുമില്ല. മൊത്തത്തിലൊരു 50 ഒരു 2.5 അത്രയൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളൊരു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ പടം ചെയ്തു വെച്ചേക്കുന്നത്. ഇനിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യൻ 3 ആണ്. ഇന്ത്യൻ 3യുടെ ട്രെയിലർ എന്തുകൊണ്ട് ഇവർ ഇന്ത്യൻ 2യുടെ ലാസ്റ്റ് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മോശമാണ് അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരില്ല എന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഇന്ത്യൻ 1 സ്വീകരിക്കാൻ കാരണം പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും ഒരുമിച്ച് കാണിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ 3യിലും അതേപോലെ തന്നെ പഴയ സേനാപതിയും കൂടുതൽ യുദ്ധങ്ങൾ, പഴയ കാലത്തെ യുദ്ധങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ ട്രെയിലറിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നതാണ് ഇന്നലെ ഇറങ്ങിയ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞേക്കണത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയേ ഉള്ളൂ. ഇത് കുറഞ്ഞ കളക്ഷൻ നേടിക്കഴിഞ്ഞാലും അതിൽ ഓവർകം ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക.